പ്രേക്ഷകരെ, നമ്മൾ ഒരു നിർണായക തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. പെരുന്നാളിന്റെ അവധി പോലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് അവധി നൽകുന്നില്ല. എന്നുവെച്ചാൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പ്രചരണത്തിന് കിട്ടുന്നുള്ളൂ. ചുരുക്കം ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രചരണത്തിന് വളരെ കുറച്ച് ദിവസമായതുകൊണ്ട് തന്നെ പെരുന്നാളിന്റെ അവധി പോലും ഈ പ്രചരണങ്ങളെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒഴിവാക്കുന്നില്ല ആരും എന്നത് കാണുകയാണ്. നമ്മുടെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുമോ എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുക. നിങ്ങൾ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുമോ, നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെ എപ്പോഴും മാധ്യമങ്ങളോട് ചോദിക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂട് പിടിക്കുമ്പോൾ മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ് എത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ അടുത്ത് നമ്മൾ കണ്ട അഭിമുഖം ഇരുവർ എന്ന പേരിൽ PRD തന്നെ പുറത്തുവിട്ടതാണ്. അതിൽ മോഹൻലാലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള രസകരമായ ഒരുപാട് ചോദ്യങ്ങൾ അതിലുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന, ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയെ തന്നെ നിർണ്ണയിക്കുന്ന നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ആ ചോദ്യങ്ങൾക്കൊക്കെയും മറുപടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന ദിവസമാണ്. ന്യൂസ് 18 കേരളത്തിനും ന്യൂസ് 18നും മുഖ്യമന്ത്രിയുടെ അഭിമുഖം അനുവദിച്ചു കിട്ടി. ഞങ്ങളുടെ CNN ന്യൂസ് 18 സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ് ഈ അഭിമുഖം തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചോദിച്ചത് CPM നേരിട്ടുകൊണ്ടിരിക്കുന്ന വിമത ഭീഷണിയെക്കുറിച്ചായിരുന്നു. G. സുധാകരനെ പോലെ ഒരു അതികായൻ പാർട്ടി വിട്ട് UDFന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുകയാണ് അമ്പലപ്പുഴയിൽ. ആ സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാർട്ടി വിട്ടുപോയ നേതാക്കൾ കാട്ടിയത് വർഗവഞ്ചനയാണ് എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഇതുകൊണ്ടൊന്നും CPMന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എല്ലാ കാലത്തും ആദരിക്കപ്പെടുന്ന ഭൂമിയാണത്. ആ ബഹുമാനത്തിന് പോറലേൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. എല്ലാ വ്യതിയാനങ്ങൾക്കുമെതിരായ നിലപാടാണ് ആലപ്പുഴയിലെ പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സുധാകരനുമായി സംസാരിക്കാൻ താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല എന്നൊരു തുറന്നു പറച്ചിൽ കൂടി ന്യൂസ് 18ലൂടെ മുഖ്യമന്ത്രി നടത്തിയിരിക്കുകയാണ്. കണ്ണൂരിലും അതുതന്നെയാണ് പറയാനുള്ളത് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ വിമതർക്കുള്ള ഒരു ശക്തമായ സന്ദേശമാണ് മുഖ്യമന്ത്രിയുടെ നാവിലൂടെ നമ്മൾ ഇന്ന് കേട്ടത്. അത് ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞങ്ങളുടെ പ്രതിനിധിയോട് മുഖ്യമന്ത്രി സംസാരിക്കുന്നു, അത് കാണാം. അതൊരു പ്രത്യേക കേസായിട്ട് വന്നതാണ്. നമ്മുടെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് വരുന്നൊരു കാര്യമെന്നേ കാണാൻ കഴിയും. പൂർണ്ണമായും വർഗവഞ്ചനയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലും ആ തരത്തിൽ വഞ്ചന കാണിക്കേണ്ടവരല്ല അവർ. പക്ഷെ അവർ വഞ്ചകരായി മാറി എന്നതാണ് അനുഭവം. എന്നാൽ അതുകൊണ്ടൊന്നും CPIMനെ ഏതെങ്കിലും തരത്തിൽ പോറലേൽപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് ഒന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എല്ലാ കാലത്തും ആദരിക്കുന്ന ഒരു ഭൂമിയാണ്. കാരണം അതാണ് പുന്നപ്ര വയലാറിൻ്റെ ഭൂമി. ആ പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ ധീരമായ സ്മരണ ഏറ്റുവാങ്ങുന്നവരാണ് ആലപ്പുഴയിലെ സഖാക്കൾ. അതിനെ ഏതെങ്കിലും തരത്തിൽ പോറലേൽപ്പിക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാ വ്യതിയാനങ്ങൾക്കുമെതിരെ ഉറച്ച നിലപാടാണ് എല്ലാ കാലത്തും ആലപ്പുഴ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ ഉലച്ചു കളയുമെന്ന് ഞങ്ങൾ കാണുന്നില്ല. അല്ല, പക്ഷേ അതിന് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സുധാകരനുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കണ്ണൂരിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. കണ്ണൂരിലും ഞങ്ങളുടെ സംഘടനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ബഹുജന സ്വാധീനത്തിൽ ഏതെങ്കിലും തരത്തിൽ പോറലേൽപ്പിക്കാൻ ഇതിൻ്റെ ഭാഗമായി സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പാർട്ടി വിട്ടുപോയ വിമതരായി മത്സരിക്കുന്നവർക്കുള്ള CMന്റെ മറുപടിയാണ് നമ്മൾ കേട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന മറ്റൊരു വിഷയം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. സ്ത്രീ പ്രവേശനത്തിൽ നിലപാട് മാറ്റിയോ CPM? പുരോഗമന ചിന്ത ഉയർത്തിയ നവോത്ഥാന മതിൽ തീർത്ത CPMന് ആ വിഷയത്തിൽ നിലപാട് മാറ്റം സംഭവിച്ചോ? ഈ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതിനോട് മുഖ്യമന്ത്രി പ്രതികരിക്കുകയാണ്. സുപ്രീം കോടതി ചോദിച്ച ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം പറഞ്ഞിട്ടുള്ളത് എന്നതാണ് മുഖ്യമന്ത്രി സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പറഞ്ഞത്.
ചോദിക്കാത്ത കാര്യത്തിന് ഇപ്പോൾ ഉത്തരം പറയാൻ പറ്റില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. 2006 പറഞ്ഞിരുന്നത് ഈ രംഗത്തെ പണ്ഡിതരുമായി ആലോചിച്ചു വേണം തീരുമാനമെടുക്കാൻ എന്നാണ്. അത് ഒന്നുകൂടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് തങ്ങൾ. ഇനി കോടതി ചോദിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയും. ബന്ധപ്പെട്ടവരുമായി ചർച്ച വേണം എന്നത്, അതായത് ആ മതവിഭാഗത്തിലെ പണ്ഡിതരുമായി ചർച്ച വേണം എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നു. അപ്പോൾ ശബരിമല ഒരു പ്രധാന വിഷയമാകുമ്പോൾ അതിൽ മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് കേൾക്കാം. ശബരിമലയുടെ കാര്യത്തിൽ സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനാണ് ഞങ്ങളിപ്പോൾ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ മുന്നിൽ ചോദിക്കാത്ത ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതിൽ നേരത്തെ 2006 ഞങ്ങൾ പറഞ്ഞിരുന്നു, അവിടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഈ രംഗത്തെ വിദഗ്ധർ, പണ്ഡിതർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരുമായിട്ടൊക്കെ ആലോചിച്ച് വേണമെന്നത് 2006 തന്നെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ അതൊന്നുകൂടി വ്യക്തമാക്കുകയാണ്. ഇതാണ് വേണ്ടത്. അതിൻ്റെ ഭാഗമായി കോടതി ചോദിക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ടെങ്കിൽ പറയാമെന്ന നിലപാടാണ് കേരള ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് വേറെയും ഉണ്ടായിരുന്നു ചോദ്യങ്ങൾ. ശബരിമലയിലെ ആരോപണങ്ങൾ SIT അന്വേഷിക്കണമെന്ന് പറഞ്ഞത് സർക്കാരാണ് എന്നതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രി പറയുന്നത്. SITക്ക് നല്ല പിന്തുണ തന്നെയാണ് സർക്കാർ നൽകുന്നത്. ഇത് ഹൈക്കോടതി തന്നെ പ്രശംസിച്ച കാര്യമാണ് എന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. നല്ല നിലയ്ക്ക് അന്വേഷണം നടക്കുന്നു എന്നത് വ്യക്തമാണ്. സർക്കാർ കുറ്റവാളികളെ ആരെയും സംരക്ഷിക്കില്ല. കേസിൽപ്പെട്ടയാൾ ജയിലിൽ കഴിയുമ്പോൾ ചാർജ് ഷീറ്റ് വന്നിട്ടില്ല. അതിനു മുൻപ് എങ്ങനെയാണ് ആ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പാർട്ടി അംഗങ്ങൾക്കെതിരെ നടപടിയിലേക്ക് കടക്കുക എന്നൊരു ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. പത്മകുമാറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനാണ് അങ്ങനെ ഒരു മറുപടി അദ്ദേഹം നൽകുന്നത്. ജാമ്യം കിട്ടിയപ്പോൾ ആ വ്യക്തി പാർട്ടി കാര്യങ്ങളിൽ പങ്കെടുക്കരുതെന്ന നിലപാട് എടുത്തിട്ടുണ്ട് എന്നത് മുഖ്യമന്ത്രി പറയുകയാണ്. മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ജമാഅത്തെ ഇസ്ലാമി വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന വർഗീയതയ്ക്കെതിരെ എല്ലാ കാലത്തും ശക്തമായ രാഷ്ട്രീയ നിലപാടെടുത്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന പേരല്ല പ്രശ്നം, നിലപാടുകളാണ് പ്രശ്നം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതുകൊണ്ടാണ് വിമർശിക്കേണ്ടി വരുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതെങ്ങനെയാണ് മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കലാവുക എന്നതാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ RSSനെതിരെ പറയാത്തവരാകണം ഞങ്ങൾ. RSSനെതിരായി എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളവരാണ് ഞങ്ങൾ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. RSS അക്രമത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി സഖാക്കൾ ഈ പാർട്ടിക്കുണ്ട്. വർഗീയതയുമായി യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നതാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. അതേ നിലപാട് ഞങ്ങൾ RSSനെതിരെയും എടുക്കുന്നു എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ വിഷയത്തിൽ, ആ വിവാദങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. നമ്മുടെ കേരളത്തിൽ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെയാണ് കാണാൻ സാധിക്കുക. LDF അതേ നിലപാടാണ് തുടർച്ചയായി സ്വീകരിച്ചു വരുന്നത്. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരല്ല പ്രശ്നം, നിലപാടുകളാണ്. അപ്പോൾ വർഗീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം സംഘടനകളെ വിമർശിക്കേണ്ടി വരുന്നത്. ആ വിമർശനം ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ അതെങ്ങനെയാണ് മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കലാകുക? മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കലാകണമെങ്കിൽ ഇവിടെ RSSനെതിരെ പറയാത്തവരായിരിക്കണം ഞങ്ങൾ. RSSനെതിരെ ശക്തമായ നിലപാട് എല്ലാ കാലത്തും സ്വീകരിക്കുന്ന പ്രസ്ഥാനമല്ലേ ഞങ്ങളുടെ പ്രസ്ഥാനം. LDF അതല്ലേ, വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്ന നിലപാടല്ലേ. മാത്രമല്ല അവരുടെ ആക്രമണത്തിനിരയായി രക്തസാക്ഷിത്വം ഭരിച്ച അനേക സഖാക്കളല്ലേ ഞങ്ങൾക്കുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന അവസ്ഥയല്ലേ അത്. അപ്പോൾ കാര്യങ്ങൾ വക്രീകരിക്കുന്നതിന് വേണ്ടി നടത്തുന്നൊരു പ്രചരണം മാത്രമാണത്. ഞങ്ങൾ ഒരു വർഗീയതയുമായും ബന്ധമുള്ളവരല്ല.
എല്ലാ വർഗീയതയും ഒരേപോലെ എതിർക്കുന്നവരാണ്, വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്നവരാണ്. വർഗീയതയുമായി ബന്ധപ്പെടുന്നത് നാടിൻ്റെ സ്വൈര്യത്തിനും സമാധാനത്തിനും ഭംഗമുണ്ടാക്കുമെന്ന് കാണുന്നവരാണ് ഞങ്ങൾ. BJP ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കുമോ? BJPക്ക് കേരളത്തിൽ വളർച്ചയുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും മുഖ്യമന്ത്രിയോടുണ്ടായി. BJPയുടെ വളർച്ച അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്, കുറച്ച് വർധന ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അവർ ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ പക്ഷേ കേരളം സ്വീകരിക്കാൻ പോകുന്നില്ല എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ BJPയെ സ്വീകരിക്കില്ല, അതിന്റെ പ്രതികാരമാണ് കേന്ദ്രം കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സാമ്പത്തികമായി കേരളത്തെ വരിഞ്ഞു മുറുക്കിയ സാഹചര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പറയുന്നത്. BJPക്ക് കുറച്ച് വർധനവുണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർ വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കേരളം അവരെ അങ്ങനെ സ്വീകരിക്കാൻ പോകുന്നില്ല. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അവർ നല്ല പ്രതീക്ഷയിൽ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. പക്ഷേ കേരളം അവരെ സ്വീകരിക്കുന്ന ഒരു നാടല്ല. കേരളത്തിലെ ജനങ്ങൾ അവരെ സ്വീകരിക്കുകയുമില്ല. അതിൻ്റെ പ്രതികാര ബുദ്ധിയാണ് അവർ കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ വിശദമായി തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച്, വിവാദങ്ങളെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 8:30 കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.